ഇതാണ് എൻ്റെ പ്രിൻറ്റിങ് പ്രസ്. ഒരു ബിൽ ബുക്ക് നമ്പർ അടിച്ചുകൊണ്ടിരിക്കുക. ഇത് എപ്സൻ്റെ ഒരു പ്രിൻ്ററാണ് ഇരിക്കുന്നത്. തൽക്കാലം ഇപ്പോൾ ബിൽ ബുക്ക് അത് നമ്പറൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചു എന്ന് മാത്രമേ. ഞാൻ 12 കൊല്ലം മുമ്പ് ഈ പ്രസ് തുടങ്ങുമ്പോൾ വാങ്ങിയ ഒരു പ്രിൻ്ററാണിത്. കാനോണിൻ്റെ LBP 3300. ഇത് ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ടച്ച് മാറ്റ് കമ്പ്യൂട്ടർ ആയിരുന്നു. ചൈനയുടെ നല്ല ഉൽപ്പന്നത്തിൽ പെട്ടതാണ് കേട്ടോ. അന്നത്തെ കാലത്ത് 2000 ദിറംസിനാണ് ഇത് മേടിച്ചത്. പിന്നെ അതിന് ശേഷം ഓരോരോ കംപ്ലൈൻറ്റുകളായിട്ട് നമ്മൾ ഇവിടെ മാറ്റി. പിന്നെ ഇതൊക്കെ ഞാൻ പ്രിൻ്റ് ചെയ്ത ഞങ്ങളുടെ പ്രസ്സിൽ പ്രിൻ്റ് ചെയ്തതാണ്. പിന്നെ കമ്പ്യൂട്ടർ. പിന്നെ ഇനി നമ്മുടെ എൻ്റെ ഇത് വീട് പോലെയാണ് പണിതത്. ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി വീട് പണിത്. അപ്പോൾ പിന്നീട് കമേഴ്സ്യലാക്കിയിട്ട് ഞങ്ങളിത് പ്രസ്സാക്കി മാറ്റിയതാണ്. ഇതാണ് അമേരിക്കൻ മെയ്ഡായിട്ടുള്ള എബിഡെക്ക് എന്ന് പറയുന്ന മിനി ഓഫ്സെറ്റ് മെഷീൻ. ഇതാ എബിഡെക്ക് എന്നാണ് പറയുക. എബിഡെക്ക് മെഷീനാണ് ഇത്. ഏകദേശം 2 രൂപയ്ക്ക് ലോൺ എടുത്തിട്ടാണ്, 2 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഇത് മേടിച്ചത്. പിന്നെ ഇത് എബിഡെക്കിൻ്റെ ചെറിയ ടൈപ്പ്. അത് A3 ഫുൾ സൈസ് അടിക്കാൻ പറ്റും. ഇത് A3യുടെ സ്വല്പം, അതായത് വീതിയിൽ ഒരു 2 സെൻറ്റിമീറ്റർ കുറയും. അതിനുള്ള സൈസേ ഇതിനുള്ളൂ. അതിൻ്റെ കവറൊന്നും ഇടാതെ വെച്ചേക്കണത് ഓയിലും ഗ്രീസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് പാട്ട് കേട്ടിട്ട് എനിക്കും എൻ്റെ വൈഫിനും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ജോലി ഭാരം അറിയില്ല. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിലും പാട്ട് വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതോ. കാരണം ഇത് ഹീറ്റർ എന്ന് പറയും. അതായത് ഈ പോളിമാസ്റ്റർ എന്ന് പറഞ്ഞ സാധനം ഞാൻ കാണിച്ചു തരാം. അത് ഇതിലിട്ട് ചൂടാക്കണം. ഇലക്ട്രിക് ഹീറ്ററാണ്. ഇതിൽ ഈ ഡോറ് തുറന്നിട്ട് അതിലിട്ടിട്ടാണ് ചെയ്യുക. ഇതാണ് ഈ പോളിമാസ്റ്റർ എന്ന് പറഞ്ഞ സാധനം. പോളിമാസ്റ്റർ ലീഗൽ സൈസും വരുന്നുണ്ട്, ഒരു A3 സൈസും ഇത് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ മഷി ഡപ്പയാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കണ മഷിയാണ്. ഇതിപ്പോൾ ഗ്രീൻ മഷിയാണ് ഇരിക്കുന്നത്. അപ്പുറത്ത് മജൻ്റെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് മണ്ണെണ്ണയാണ്. ഞങ്ങൾ മെഷീനൊക്കെ തുടയ്ക്കാനും തുടയ്ക്കാനും മെഷീൻ്റെ റോളറൊക്കെ വാഷ് ചെയ്യാനും ഉപയോഗിക്കുന്നത്. മെഷീൻ്റെ റോളർ മാനുവലായിട്ട് വാഷ് ചെയ്തിട്ടിരിക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ പ്രിൻറ്റിങ് ചെയ്ത സാമ്പിൾസൊക്കെയാണ്. മനസ്സിലായി. ഇത് കുറേ കാലമായിട്ടുള്ള. അപ്പം ഞങ്ങളിത് ഇന്നലെ ഇതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാറുണ്ട്. അത് ഒതുക്കി വയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് കട്ട് മെഷീൻ. മാനുവലായിട്ടുള്ള കട്ട് മെഷീനാണ്. മോട്ടറായിട്ടാണ് കട്ട് ചെയ്യുക. ഇതാണ് ഈ കട്ട് മെഷീൻ്റെ കത്തി എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് അത് അറിയില്ല കേട്ടോ. അറിയുന്നവർ ധാരാളമുണ്ട്. അപ്പോൾ ഇത് മോട്ടറിൽ തിരിഞ്ഞിട്ട് ഈ സ്വിച്ചിട്ട മോട്ടർ പച്ച ബട്ടൺ അമർത്തി ഈ മോട്ടർ തിരിയും. അത് കഴിഞ്ഞ് ഈ ലിവർ വലിച്ച റണ്ണാക്കിയിട്ട് ഈ ലിവർ വലിച്ച ഈ കത്തി ഇങ്ങോട്ട് കീപ്പട്ടയ്ക്ക് ഇറങ്ങണം. അതിന് മുമ്പ് നമ്മൾ കട്ട് ചെയ്യണ സാധനം ഇതിങ്ങനെ മുകളിൽ ഇങ്ങനെ തിരിച്ചിട്ട് കണ്ട. അപ്പോൾ ഇത് പൊന്തും താവും ചെയ്യും. ഈ സാധനം കണ്ട പൊന്തും താവും ചെയ്യും. ആ പൊന്തും താവുന്ന സാധനം ടൈറ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യുക. അല്ലെങ്കിൽ കട്ട് ചെയ്യണ സാധനം നിരങ്ങും. ഇതാണ് ഈ മാനുവലായിട്ട് നമ്പർ അടിക്കുന്ന മെഷീൻ. ഇത് ജപ്പാൻ്റെയാണ്, മാക്സാണ്. നല്ല വില ഉണ്ട്. ഇത് ചെറിയൊരു സാധനം എന്ന് പറഞ്ഞിട്ട് കാര്യം 5000 രൂപ ഉണ്ട്. അതുപോലെ ഈ പറഞ്ഞ ഹീറ്ററിന് ഇപ്പോൾ ഒരു 10,000 രൂപ വില വരും. മനസ്സിലായി. അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ വൈഫ് പ്രിൻ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഇത് നമ്പർ അടിക്കാനുള്ളതാണ്. ഒരു തരം കൂപ്പണാണ്. എന്താ ആ കൂപ്പണാണ് മെഷീൻ്റെ മുകളിലിരിക്കുന്നത്.
പിന്നെ എന്താ പറയുക, ഈ എന്താണ് ഈ വെട്ട് ചവറ്, വേസ്റ്റ് വരുന്ന വെട്ട് ചവറ് വൈറ്റിന് ഒരു 10-17 രൂപ കിലോന് കിട്ടും. കളർ വേസ്റ്റ് ആണെങ്കിൽ, മിക്സഡ് കളർ വേസ്റ്റ് ആണെങ്കിൽ കിലോന് 3 രൂപ കിട്ടുള്ളൂ. മനസ്സിലായി. പിന്നെ ഇവിടെ കല്യാണക്കത്തുകളുടെ സാമ്പിൾസ് ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതൊക്കെ ഒന്ന് അടക്കി ഒതുക്കി ക്ലിയർ ആക്കാനുണ്ട് കേട്ടോ. ആണ് കട്ടിംഗ് മെഷീൻ ടോട്ടലി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഇതാണ് എൻ്റെ വീടും ഇത് തന്നെയാണ്. എൻ്റെ വണ്ടി ഓട്ടോറിക്ഷ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ അച്ഛൻ്റെ കൃഷിയാണ്, മഞ്ഞൾ കൃഷി അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ ഇത് കുന്നംകുളം ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളിലാണ് ഈ പ്രസ് ഉള്ളത്. 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ LICയുടെ മെയിൻ ബ്രാഞ്ചിൻ്റെ അവിടുന്ന് നേരെ വന്നു കഴിഞ്ഞാൽ കോട്ടയിൽ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ LIC അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. കുന്നംകുളം മെയിൻ ടൗണിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ നമ്പർ സുഗത് എന്നാണ് എൻ്റെ പേര്. എൻ്റെ പ്രസിൻ്റെ പേര് പ്രിൻ്റ് വെൽ ഓപ്സെറ്റ് പ്രിൻറ്റേഴ്സ് എന്നാണ്. 99 47 26 02 എന്നാണ് എൻ്റെ നമ്പർ. അതായത് ഒന്നും കൂടി പറയാം, 99 47 26 02 അതുപോലെ വൈഫിൻ്റെ നമ്പർ 62 38 68 55 35. ഒന്നും കൂടി പറയാം, വൈഫിൻ്റെ പേര് പ്രിയ സുഗതൻ. 62 38 68 55 35. ഒന്നും കൂടി വൈഫിൻ്റെ നമ്പർ പറയാം. വൈഫാണ് കൂടുതൽ പ്രസ് നോക്കുന്നത്. 62 38 68 55 35. താങ്ക് യു.